നിങ്ങൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹം ഡൽഹി ഹൈക്കോർട്ടിലെ ജഡ്ജായിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്നൊരു ഒരു രാത്രി അദ്ദേഹത്തെ സ്ഥലം മാറ്റി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി. അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷനൊക്കെ അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. കാരണം ഇതുപോലെയുള്ള ആളുകളെ പറഞ്ഞയക്കേണ്ട, വേസ്റ്റുകളൊന്നും ഇടേണ്ട ഒരു സ്ഥലമല്ല ഈ പറയുന്ന അലഹബാദ് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് ചില ആളുകൾ. അപ്പോൾ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ, യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ പെട്ടെന്നൊരു ദിവസം തീ പിടിച്ചു. ഒരു മാർച്ച് 14-ാം തീയതിയാണ്, അന്നൊരു ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഹോളി ദിവസം ആചരിക്കുന്ന ദിവസം പെട്ടെന്ന് തീ പിടിക്കുകയും ഫയർ ഫൈറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്തു. അങ്ങോട്ട് എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന ഒരു 15 കോടി രൂപയുടെ ചാക്ക് കെട്ടുകൾ കണ്ടെത്തിയത്. 15 കോടി രൂപ ഇൻ ക്യാഷാണ്. അതായത് ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, ഒരു നവംബറിൽ നോട്ട് നിരോധനം വരികയും കള്ളപ്പണം ഇനി മുതൽ ഉണ്ടാവില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയും അങ്ങനെ കള്ളപ്പണം നിരോധിക്കുന്നതിന് വേണ്ടി നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ ഭാഗമായി പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ബാങ്കിൽ 4000 രൂപ മാറിയെടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് നിരവധി പേർ, 100-ൽ താഴെ വരുന്ന ആളുകൾ മരിച്ചു പോവുകയും ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ മരിച്ചുപോയിട്ടുള്ള ഒരു രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതായില്ല എന്ന് മാത്രമല്ല, ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്നും ക്യാഷായി 15 കോടിയോളം രൂപ കണ്ടെത്തി. അപ്പോൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് വൈകുന്നേരം രാത്രി അങ്ങോട്ട് എത്തുകയും, ആ പോലീസ് എത്തിയപ്പോൾ ഇവിടെ പോലീസൊന്നും ഇന്ന് വേണ്ട, ഇന്ന് രാത്രിയായി, നാളെ വരാൻ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ്, ഈ പറയുന്ന യശ്വന്ത് വർമ്മയുടെ അസിസ്റ്റൻറ്റ് തിരിച്ചയക്കുകയും ചെയ്തു. പോലീസുകാർക്ക് ഈ പറയുന്ന താടിയുള്ളപ്പനെ പേടിയുള്ളത് കൊണ്ട് പോലീസുകാരൊക്കെ തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജഗദീപ് ധൻഖർ, അദ്ദേഹം ഒരു ഗർജിക്കുന്ന പുലിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ ഗവർണറായിട്ടിരുന്ന ഒരാളാണ്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട് കേന്ദ്ര ഗവൺമെൻറ് വൈസ് പ്രസിഡൻ്റാക്കി. ഇപ്പോഴും അദ്ദേഹം പ്രകടനം നിർത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ കോടതി എന്തുകൊണ്ടാണ് ഇത് ഒരാഴ്ചത്തേക്ക് മറച്ചു വെച്ചത് മാധ്യമങ്ങളിൽ നിന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അത് ഇതേ കേസാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ ജഗദീപ് ധൻഖർക്ക് അർഹതയില്ല. കാരണം BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ് ഡൽഹി പോലീസ് എന്നുള്ളത് കൊണ്ട് ഡൽഹി പോലീസ് അത്തരത്തിൽ ആക്ട് ചെയ്യാതിരുന്നത്, പുറത്തേക്ക് അറിയിക്കാതിരുന്നതിൻ്റെ ഉത്തരവാദിത്തം കൂടി അവർക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 22 മാർച്ചിന്, അതായത് 14-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. 22 മാർച്ചിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു 3 അംഗ അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തേത് ജസ്റ്റിസ് ഷീൽ നാഗു ആണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോർട്ടിൻ്റെ, പഞ്ചാബ് ഹൈക്കോർട്ടിൻ്റെയും ഹരിയാന ഹൈക്കോർട്ടിൻ്റെയും ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്തത് ഈ ജസ്റ്റിസ് ആയിട്ടുള്ള GS സന്ധാവാല എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ആണ്. ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് ജസ്റ്റിസ് ആണ്. പിന്നെ അടുത്തത് അനു ശിവരാമൻ എന്ന് പറയുന്ന ജഡ്ജാണ്, കർണാടക ജഡ്ജാണ്. അവർ മലയാളിയാണെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അവരെ 3 പേരെയും ഈ പറയുന്ന കൃത്യമായിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. അവരുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. റിപ്പോർട്ട് വന്നതിന് ശേഷം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ യശ്വന്ത് വർമ്മയോട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കുറ്റമുണ്ടെന്ന് കണ്ടെത്തി. പക്ഷേ കുറ്റമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള യശ്വന്ത് വർമ്മ റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാനിത് റിസൈൻ ചെയ്യാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം നിലപാടെടുത്തത്. അങ്ങനെ നിലപാടെടുത്തപ്പോൾ പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് വേറെ വഴിയില്ല. പ്രസിഡന്റിന് കത്തെഴുതിയത് ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഈ ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒഴിവാക്കപ്പെടും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ മറ്റൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. ആ ചോദ്യം എന്താണ്? 15 കോടി രൂപ ഒരു ജഡ്ജിൻ്റെ വീട്ടിലെത്തി. ആ ജഡ്ജിൻ്റെ വീട്ടിൽ അത് ക്യാഷായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പോലും ഡിനേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ 15 കോടി രൂപ എത്തിയത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല. പകരം വേണമെങ്കിൽ നമുക്കൊരു ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയാവുന്നത് പോലെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൈ എന്ന് പറയാവുന്നത് പോലെ, കൃത്യമായി അവിടെ ഒരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ഇത് പുറത്തേക്ക് വന്നതാണ്. ഇത് പുറത്തേക്ക് വരുമ്പോൾ അത് ഉയർത്തുന്ന വലിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണ്? ഈ പണം ജഡ്ജി കൈക്കൂലി മേടിച്ചതാണ് എന്ന് കണ്ടെത്തിയിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ സാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കൈക്കൂലി മേടിച്ചതാണെങ്കിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. കാരണം ആ പണം ജസ്റ്റിസ് ഡിലേ ചെയ്യാനും നീതി എന്ന് പറയുന്നത് കീഴ്മേൽ മറിക്കാനും വേണ്ടി മേടിച്ച പണമായിരിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഒരു നിരപരാധി ചിലപ്പോൾ ജയിലിനകത്ത് അടക്കപ്പെട്ടിട്ടുണ്ടാവാം. ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ നേരെ തിരിച്ച് വെറുതെ വിടപ്പെട്ടിട്ടുണ്ടാവാം. അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ വളരെ കൃത്യമായി വിരാജിക്കുന്നുണ്ടാവാം.
ഇത്തരത്തിൽ കൃത്യമായി നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തെ തന്നെ തൂക്കിവിറ്റതിനുള്ള ഒരു പ്രതിഫലമായിരിക്കില്ല 15 കോടി. അത് ഒരാളിൽ നിന്ന് കിട്ടിയതാവില്ല, നിരവധി പേരിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ എത്ര കേസുകളിൽ ഇദ്ദേഹം വലിയ കുറ്റം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ജനങ്ങളുടെ ഏറ്റവും അവസാനത്തെ വിശ്വാസവും അത്താണിയുമാണ് നമുക്കറിയാം കോടതികളെന്ന് പറയുന്നത്. ആ കോടതികളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ഒരു രാജ്യത്ത് സംഭവിക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ അധപ്പതനമായിരിക്കും അത് എന്നുള്ളത് കൂടി നിങ്ങൾ മറന്നു പോകരുത്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്നുകൂടി മനസ്സിലാക്കണം, ഇപ്പോഴും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം, പുറത്താക്കണമെന്നല്ലാതെ പകരം എന്തുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യന് ബാധിക്കേണ്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയൊക്കെ അന്വേഷണമൊക്കെ ഗവൺമെൻറ് പ്രഖ്യാപിക്കാത്തത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു പക്ഷേ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരുടെ 3 മക്കളുടെയും മുമ്പിൽ വെച്ച് വിജിലൻസ് പിടികൂടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവരൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടറായിരുന്നു കൊച്ചിൻ കോർപ്പറേഷനിൽ. അവർ പിടികൂടപ്പെട്ടതിന് ശേഷം അവർ 15,000 രൂപ കൈക്കൂലി പിടികൂടപ്പെട്ടതിന് ശേഷം അവർ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം, ഞാനാണ് ആ കോർപ്പറേഷൻ്റെ ഓഫീസിൽ ഏറ്റവും കുറച്ച് കൈക്കൂലി വാങ്ങുന്നതെന്നും എനിക്കൊരു മാസം കിട്ടുന്നത് 3 ലക്ഷം രൂപയാണെന്നും മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ കൂടുതൽ കൈക്കൂലി മേടിക്കുന്നുണ്ടെന്നും പറഞ്ഞ ഒരു വാചകം പോലും നിങ്ങൾ മറന്നു പോകരുത്. അത്തരത്തിൽ ഈ പറയുന്ന ഏറ്റവും താഴെയുള്ള സാധാരണ ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും മുകളിലുള്ള ജസ്റ്റിസ്, ഈ പറഞ്ഞ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ വലിയ ഹൈക്കോടതി ജഡ്ജിമാർ വരെ കറപ്റ്റാകുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഇത് അങ്ങേയറ്റത്തെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് യഥാർത്ഥത്തിൽ കൃത്യമായി CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളുമൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് പറയുമ്പോൾ നേരെ മറ്റിതിൻ്റെ സൊല്യൂഷനായി വരാൻ പോകുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ്റുകൾ ഈ പറയുന്ന ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു സംവിധാനം. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ടും ഇതിന് പരിഹാരമുണ്ടാകും എന്നില്ല എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കൃഷ്ണമൂർത്തിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അദ്ദേഹം ചീഫ് എക്കണോമിക് അഡ്വൈസറായിരുന്നു, IMFൻ്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്വപ്നയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജുഡീഷ്യറി അടക്കം കറപ്റ്റായിരിക്കുകയാണെങ്കിൽ ഈ സ്വപ്നയെ പോലൊരാൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു കേസുമായി വന്നിരുന്നുവെങ്കിൽ, ഇദ്ദേഹം പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ എന്ത് നിലപാടായിരിക്കും നമ്മുടെ ജസ്റ്റിസ് ആയിട്ടുള്ള യശ്വന്ത് വർമ്മ സ്വീകരിക്കുക എന്നുള്ളത് കൂടി ഓർത്താൽ എത്രത്തോളം പുഴുക്കുത്തുകളാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത് എന്നുള്ളത് കൂടി ഈ പാവപ്പെട്ട സാധാരണക്കാരായ കേരളീയർ, നമ്മുടെ ഇന്ത്യക്കാർ കൃത്യമായി മനസ്സിലാക്കണം.